ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വരുന്നത്. പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ മേലെ സുന്ദരക്കുട്ടൻ നല്ല തണുപ്പം കൊണ്ടിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഒരു ബാക്കിൽ ഒരു സംഭവം വരുന്നുണ്ട്, കോട. ഇത്ര നേരം വന്നില്ല സംഭവം, ഇപ്പോഴാണ് വന്നത്. എൻ്റെ മോനെ ഇതാണ് സാധനം. സീ ലെവലിൽ നിന്ന് 4000 അടി. ഇല്ലിക്കൽ കല്ലിലേക്ക് ഞാൻ ആദ്യ യാത്രയാണ് എൻ്റെ. ജീപ്പൊക്കെ ഉണ്ടോ ട്രിപ്പ്? അങ്ങനെ നമ്മുടെ ഉല്ലാസയാത്ര മെയിൻ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമസ്കാരം. നമ്മളങ്ങനെ ഈ കോട്ടയത്തുള്ള പ്രശസ്തമായ ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. അത് മേൽക്കാണലാണ് സംഭവം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കാണുന്ന ഇല്ലിക്കൽ കല്ല്. എന്തായാലും നമുക്ക് മേലെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ല് എത്തി. അവിടെ എൻട്രി ചെയ്യാൻ നിൽക്കണം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതിൻ്റെ അടുത്ത് വേണം നമുക്ക് കയറാൻ. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം എന്താ സംഭവം. ജീപ്പൊക്കെ ഉണ്ടോ ട്രിപ്പ്? എന്താ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സഫാരി എല്ലാവരും കൂടി ഒരു ജീപ്പിൽ പോവില്ല, 1-2 ജീപ്പ് പോകണം വേണ്ടി വിചാരിക്കണം. KSRTC ഉല്ലാസയാത്ര നമ്മളെ പ്രതീക്ഷയെക്കാളും അപ്പുറമാണ്. ഒരു രക്ഷയില്ല. വന്ന് നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരമുള്ള ഏകശിലാ രൂപത്തിലുള്ള ഒരു മലയാണ് ഈ ഇല്ലിക്കൽ മല. ഇല്ലിക്കൽ കല്ലിലേക്ക് ഞാൻ ആദ്യ യാത്രയാണ് എൻ്റെ. KSRTCയിലുള്ള ഒരു യാത്ര ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആളുകളായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് അവരൊക്കെ കാണുന്നത്. ഈ ഒരു യാത്ര നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗുണ്ടകളുണ്ട് 3 ആള്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങളുടെ വഴികാട്ടികളാണ്, ഞങ്ങളുടെ ഗുണ്ടകളാണ്. നമ്മൾ വന്ന സമയത്ത് കുറച്ച് വെയിലുണ്ട്, മഞ്ഞുണ്ട്. എല്ലാം പ്രതീക്ഷിച്ചു വന്നത് മഞ്ഞൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല തണുത്ത കാറ്റല്ല. കോട്ടയത്തിലാണ് ഈ ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ജീപ്പ് ട്രക്കായിട്ട് പോകണം. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ നിന്ന് ഒരു മിനായം പോലെ ഒരു വെള്ളച്ചാട്ടം കാണാം. എന്തായാലും കുഴപ്പമില്ല, നല്ല സെറ്റപ്പ് സംഭവം. നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മിന്നൽ സാധ്യത ആവാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലൻ്റെ ടോപ്പായതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ എഴുതി വെച്ചത്. നമ്മുടെ ആൾക്കാരെയൊക്കെ കാണാം. ഇല്ലിക്കൽ കല്ലിന് മേലെയുള്ള ഒരു പോത്തുകുട്ടിയാണ്, പാവം മേയാണ്. അപ്പോൾ സുന്ദരക്കുട്ടൻ നല്ല തണുപ്പം കൊണ്ടിട്ട് ഇങ്ങനെ ട്രിപ്പിന് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. ഓരോരോ ജീപ്പായിട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 1.5 കിലോമീറ്റർ. സീ ലെവലിൽ നിന്ന് 4000 അടി പൊക്കം. വ്യൂ പോയിന്റ്, മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ് അല്ലേ? ഇത് ഏത് കോട്ടയം ജില്ലയാട്ടോ? അപ്പോൾ കോട്ടയം ജില്ലയുടെ ലാസ്റ്റ് ഭാഗം പറയുന്നത്. ഓക്കെ. ബോർഡർ ആയിട്ടാണ് പറയുന്നത്. മലന്റെ അപ്പുറം ഇടുക്കി. നമ്മുടെ കൂടെ നമ്മുടെ ടീം അംഗങ്ങളുണ്ട്. ഗൾഫിന് വന്ന ആളാ, ടീച്ചറാ. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോ. ആ ടീച്ചർ കോട്ടയം ജില്ലയിലെ ഇലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഈ കാണുന്ന ഇല്ലിക്കൽ കല്ല് ഉള്ളത്. ഇടുക്കി അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണ് ഇത്. 3 വലിയ പാറകൾ ചേർന്നാണ് ഈ കാണുന്ന ഇല്ലിക്കൽ കല്ല് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നത്. മലയാണ് മൊത്തം. അപ്പോൾ കയറിപ്പോകല് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടീമെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഇതാണ് സാധനം. ഇല്ലിക്കൽ കല്ല് പറയുന്ന സാധനം അതാണ്. അപ്പുറത്ത് ഇടുക്കി ആണെന്നാണ് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഒരു നല്ലൊരു വ്യൂ പോയിന്റ്. നമ്മൾ കോടയെല്ലാം പ്രതീക്ഷിച്ചത്, കോടയൊന്നും ഇല്ല, എന്നാലും ഒരു നല്ല വൈബുണ്ട്. പണ്ട് 3 കല്ലുള്ള ഇല്ലിക്കൽ കല്ല് കാലക്രമേണ ഒന്ന് അടർന്നു പോയതാണെന്നാണ് പറയുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നിന്ന് അറബിക്കടല് പോലും കാണാൻ പറ്റും. സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും പേര് കേട്ടാണ് ഈ ഇല്ലിക്കൽ കല്ല്. ചെറിയ രീതിയിലുള്ള ട്രെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും. മേലുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. മഴക്കാറൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഒരു മഴക്കുള്ള സാധ്യതയുണ്ട് തോന്നുന്നു. ഇനിയും ടോപ്പിൽ എത്തണം. അങ്ങനെ മേലെ കയറി ചെല്ലുന്ന പറഞ്ഞിട്ട് ആലോചിക്കാം.
പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ മേലെ കയറി വന്ന് പോകുന്നുണ്ട്. അവരിലൊക്കെ സമ്മതിക്കണം കേട്ടോ. എൻ്റെ അമ്മോ, നമുക്കേ പറ്റില്ല. നമ്മുടെ പയ്യന്മാർ ഡ്രോണൊക്കെ വിടുന്നുണ്ട്. ചെയ്താലും കൂടി കാണാം. ഒരു മിന്നായം പോലെ ഡ്രോൺ കാണാം. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാഴ്ച കൊണ്ട് ചോദിക്കാം. എങ്ങനെയുണ്ട് കാഴ്ച? എങ്ങനെയുണ്ട് കാഴ്ച? സൂപ്പർ വ്യൂ ആണ്. പറയാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. അതന്നെ, വാക്കുകൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. അത്രയും അത് മനസ്സിലേക്ക് കേറുമ്പോൾ ആ ഒരു ഇത് വാക്കുകളിൽ കിട്ടില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഇലിക്കൽ കല്ലിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം എത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിന് 4000 അടി ഉയരമുള്ള സംഭവമാണ് ഈ മല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് മല പറയുന്നത് ഇതാണ്. ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഒരു മൂടം തന്നെ ഉണ്ടാവുമെന്ന് വന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പുറത്തും കൂടെയും വഴിയുണ്ട്. എന്നിട്ട് ആ മല ടോപ്പിൽ പോവാം. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കുരിശൊക്കെ തറച്ചു കാണാം. ഏറ്റവും മലിന്റെ മുകളിൽ കാണാൻ പറ്റും. ഒരു കുരിശുണ്ട്. ഒരു മൂടമഞ്ഞ് ഉണ്ട്. കാലാവസ്ഥ ചേഞ്ച് ആവുന്നുണ്ട്. ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല ക്രൗഡാണ്. അപ്പുറത്ത് ഇടുക്കിയാണ്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വന്ന ഇല്ലിക്കൽ കല്ല്. നമ്മൾ ഇല്ലിക്കൽ കല്ല് മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റ് ബാക്കിൽ കാണുന്ന വ്യൂ പോയിന്റ്. അങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ സംഭവം? അടിപൊളിയാണ്. സെറ്റ് അല്ലേ വൈബ്? ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വരുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. എൻജോയ് ചെയ്യാം. മലയിന്ന് കോട കയറി പോണ്. മോനെ ഇതാ വൈബ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്. ഈ കാഴ്ച എന്താ ഒരു ബാക്കിലൊരു സംഭവം വരുന്നുണ്ട്. കോട ഇത്ര നേരം വന്നിട്ടില്ല സംഭവം, ഇപ്പോഴാണ് വന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ആ മല മൊത്തം കവർ ചെയ്തു കോട. നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് അവിടെ കോട കയറുന്നത്. ഒരു രക്ഷയില്ല, വേറെ വൈബാണ് മക്കളെ. ഈ മഴയുള്ള സമയത്ത് വന്നാൽ തന്നെ ഈ കോട ഇറങ്ങുന്നത്. അങ്ങനെ KSRTC ഉല്ലാസയാത്ര ഒരു ഓർമ്മത്തോലും കൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് കോട ഇറങ്ങുന്നത്. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ക്ലൈമറ്റ് ഇതായിരുന്നില്ല, തെളിഞ്ഞായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണം.